നമസ്കാരം. തമിഴ്നാട്ടിൽ ഇരിപ്പിടമുണ്ടാക്കാൻ ഏറെ നാളായി പണിപ്പെടുകയാണ് ബി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ബി കേന്ദ്ര നേതൃത്വത്തിന് പോലും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞു. ഒരു സീറ്റ് പോലും നേടാനാകാതെ തമിഴ്നാട്ടിൽ ബി തകർന്നടിഞ്ഞു. തമിഴ്നാട്ടിൽ എന്ത് വില കൊടുത്തും നിലയുറപ്പിക്കാൻ ബി അവിടെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചത് മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലയെയായിരുന്നു. കിടിലൻ ഡയലോഗുകൾ കൊണ്ടും ചില പ്രവർത്തികൾ കൊണ്ടും അണ്ണാമലൈ വളരെ പെട്ടെന്നാണ് ശ്രദ്ധയാകർഷിച്ചത്. എന്നാൽ അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ BJPക്കായി കാര്യമായി ഒന്നും ചെയ്യാനായില്ല. യുവാക്കളെ ആകർഷിക്കാൻ അണ്ണാമലയ്ക്ക് കഴിയും എന്നതുകൂടി ചിന്തിച്ചാണ് BJP ഈ നീക്കം നടത്തിയത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ടാക്കുക എന്നത് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിരവധി തവണ പ്രചാരണത്തിനിറങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് BJP അധ്യക്ഷനും മുൻ IPS ഉദ്യോഗസ്ഥനുമായ K. അണ്ണാമലൈ വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിലേക്ക് പോകുന്നതായി റിപ്പോർട്ട് പുറത്തുവരികയാണ്. തമിഴകത്തെ കനത്ത തോൽവിയാണ് അണ്ണാമലയെ തൽക്കാലത്തേക്ക് ഒരു ഇടവേള എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെല്ലോഷിപ്പിന് വേണ്ടിയാണ് അണ്ണാമലൈ UK പോകുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 3 മാസത്തെ കോഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരിക്കുന്നത്. അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂരിൽ പോലും ദയനീയ പ്രകടനമാണ് BJP നടത്തിയത്. അണ്ണാമലയ്ക്ക് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ തമിഴ്നാട് BJP അധ്യക്ഷനാക്കിയത്. ഒടുവിൽ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ തമിഴ്നാട് BJPയിൽ അണ്ണാമലയ്ക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ അണ്ണാമലൈ ഒളിച്ചോടുകയാണ് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.